അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്വഹാബി വനിത വന്ന് തൻ്റെ ആശങ്ക ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആശങ്ക എങ്ങനെയാണ്? സ്വഹാബി വനിതക്കുണ്ടായിരുന്നൊരു രോഗം, ഏറെ പ്രയാസപ്പെടുത്തുന്നൊരു രോഗം, ബോധം കെട്ട് വീഴുക, അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥയുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇതിൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. അതല്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ഈ സഹോദരി പറഞ്ഞൊരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏറെ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട, നമ്മുടെ നെഞ്ചിൽ കൂട്ടിൽ കൊത്തിവെക്കേണ്ട ആ ഒരു സ്വഹാബി വനിതയുടെ അടുത്ത ഒരു സംസാരം റസൂലുള്ളാഹിനോട്. റസൂലേ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അള്ളാഹിന്റെ റസൂലേ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി. ഞാൻ ബോധം കെട്ട് വീഴുന്നതോ ആ രോഗത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചുകൊള്ളാം റസൂലേ. പക്ഷെ ഞാൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് റസൂലേ, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട്, എൻ്റെ വസ്ത്രം മാറിപ്പോകാറുണ്ട്, അതെൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പുറത്ത് കാണാറുണ്ട് റസൂലേ. അതിനെക്കുറിച്ച് അതെനിക്ക് വലിയ പ്രയാസം. അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ്. പിന്നീട് ആ സഹോദരിക്ക്, സ്വഹാബ വനിതക്ക് പലപ്പോഴും അത്തരത്തിലുള്ള അവസ്ഥയുണ്ടായെങ്കിലും വസ്ത്രം ഒരിക്കലും ആ ഒരു സഹാബ വനിതയുടെ ഔറത്ത് കാണുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ബോധക്ഷയം സംഭവിച്ച് കിടക്കുന്ന സമയത്ത് പോലും എൻ്റെ വസ്ത്രം മാറി അത് മറ്റുള്ളവർ കാണരുതേ എന്ന് ആഗ്രഹിച്ച മുൻഗാമികളായിരുന്നു സഹാബത്ത്. അതവര് സ്വർഗം കൊതിച്ചതുകൊണ്ടാണ്. ഇത്തഖില്ലാഹ ഐസുമാ കുൻത്, എവിടെയായിരുന്നാലും റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായതുകൊണ്ടാ ആ രൂപത്തിലുള്ള നിലപാടുകളിൽ പ്രിയപ്പെട്ടവരെ അവർ ഉറച്ചു നിന്നത്. നോക്കിയേ, ഏറ്റവും കൂടുതൽ ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായി പോകുന്ന ഒന്നാണ് ലജ്ജ എന്നുള്ളത്. ലജ്ജയില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഏറെ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ, എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ നുബുവത്തിന്റെ, അവര് തന്റെ സമൂഹത്തോട് പറഞ്ഞതിന്റെ ആദ്യ വാചകങ്ങളിൽ പെട്ടതാണ് എന്ത്? ഇദാലം തസ്തഹി നിനക്ക് നാണമില്ല എങ്കിൽ, നിനക്ക് ലജ്ജയില്ല എങ്കിൽ നിനക്ക് തോന്നിയത് നീ ചെയ്തു കൊള്ളു, നിനക്ക് തോന്നിയത് നീ ചെയ്തു കൊള്ളുക. നിനക്ക് നാണമുണ്ടെങ്കിൽ നിനക്ക് തോന്നിയത് നീ ചെയ്യാതിരിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം.